എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മമ്മൂക്ക ഒരു മാസ് കലിപ്പർ ലുക്കിൽ വരാൻ പോവാണ്. നമ്മുടെ നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന മാസ് മസാല മൂവിയിലാണ് അദ്ദേഹം ആ കലിപ്പൻ ലുക്കിൽ വരാൻ പോകുന്നത്. താടിയൊക്കെ ഷേവ് ചെയ്ത് കട്ടി മീശയിൽ അദ്ദേഹത്തിൻ്റെ കലിപ്പൻ ലുക്കിലാവും വരാൻ പോകുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഈ വരുന്ന ജൂലൈ 23 കുംഭകോണത്ത് അതിൻ്റെ ഷൂട്ടിങ് ആരംഭിക്കും. അതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞതാണ്. മമ്മൂക്ക ചെന്നൈയിൽ നിന്ന് വന്ന ഉടനെ മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്ന ചിത്രമാണ് നിതീഷിൻ്റെ പടം. അതുപോലെ തന്നെ ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനിയുടെ 9ാമത്തെ ചിത്രം കൂടിയാണ്. ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം മമ്മൂക്കയും സുരാജും ഒരുമിക്കുന്ന പടം. അതുപോലെ തന്നെ ഇതിൽ ജോർജ് ജോർജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അൽഫോൺസ് പുത്ര ഉണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന ഒരു ചിത്രമാണ്. ജിംഷി ഖാലിദാണ് ഇതിൻ്റെ നമ്മുടെ ക്യാമറ ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകളാണ്. കാരണം ആക്ഷന് പ്രാധാന്യമുണ്ട്, കോമഡിക്ക് പ്രാധാന്യമുണ്ട്, സെൻറ്റിമെൻറ്റ്സിന് പ്രാധാന്യമുണ്ട്. പിന്നെ ഈ സിനിമയിൽ മമ്മൂക്കയ്ക്ക് നായിക ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു 9 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇതിലെ ഒരു ലീഡ് റോൾ ചെയ്യുന്നത്. മമ്മൂക്ക കൂടാതെ ആ കുട്ടിയാണ് ലീഡ് റോൾ ചെയ്യുന്നത്. ഒരു തമിഴ്നാട് കേരള ബോർഡറിൽ നടക്കുന്ന ഒരു സർക്കസ് ബേസ് കഥയാണ്. അതായത് മമ്മൂക്ക ആ സർക്കസിൽ മൃഗങ്ങളെ പരിശീലിക്കുന്ന ഒരു മാസ്റ്റർ റോളിലാണ് വരാൻ പോകുന്നത്. ഒരുപാട് പ്രത്യേകം. പിന്നെ അതിൽ കുറച്ച് എക്സ്പെരിമെൻ്റ് സംഭവങ്ങളോട് കൂട്ടിയിട്ടാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത്. എന്തായാലും ഫാലിമി എന്ന ചിത്രത്തിന് ശേഷം നമ്മുടെ നിതീഷ് മലയാളത്തിൽ ചെയ്യുന്ന ഒരു ചിത്രം. അദ്ദേഹം തമിഴിൽ സിനിമ ചെയ്തു. ഇനി മലയാളത്തിലെ ഫാലിമി എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹം മലയാളത്തിൽ വീണ്ടും എത്തുന്ന ചിത്രമാണ് ഈ മമ്മൂക്ക ചിത്രം. ഒരുപാട് പ്രത്യേകത. കാരണം മമ്മൂക്ക കുറച്ചായി അദ്ദേഹം ടർബോയ്ക്ക് ശേഷം അതിനേക്കാൾ ഉപരി അതൊരു വേറെ ടൈപ്പാണെങ്കിൽ ഇത് അതിനേക്കാൾ ഉപരി ഒരു പക്കാ മാസ് സംഭവമാണ്. അതിൽ കുറച്ച് എക്സ്പെരിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ചിത്രം നമുക്ക് മുമ്പിൽ എത്താൻ പോകുന്നത്. നല്ല കട്ടി മീശയിൽ മുണ്ട് മടക്കി കുത്തി താടിയൊക്കെ വടിച്ച് ഒരു 1.5 ലുക്കിലാവും മമ്മൂക്ക വരാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകളാണ് ഈ ചിത്രത്തിന്. എല്ലാവരും വെയിറ്റ് ചെയ്യണം. എന്തായാലും ജൂലൈ 23 അതിൻ്റെ ഷൂട്ട് കുംഭകോണത്ത് തുടങ്ങും. ബാക്കി അപ്ഡേറ്റ്സ് വഴിയെ എന്തായാലും ഉണ്ടാവും കേട്ടോ.